ഹലോ, എൻ്റെ പേര് ഫസ്ന. ഞാൻ SPLE എക്സാം എഴുതി ജൂൺ 10-ന്. ജൂൺ 12-ന് റിസൾട്ട് വന്നു, പാസ്സായിട്ടുണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഈസി ആയിരുന്നു. ഓൾമോസ്റ്റ് 70% ക്വസ്റ്റ്യനും നമ്മൾ മെഡ്വെഞ്ചറിലൂടെ കടന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആ ടൈപ്പിൽ മെഡ്വെഞ്ചറിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒന്ന് ഇരുത്തി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഒരു 70% ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 25 to 30 കാൽക്കുലേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻ ആണെങ്കിൽ സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു 20 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അതായത് പെർസെൻറ്റേജ് കാണാൻ, അതേപോലെ VD വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സിമ്പിളായിട്ട് എല്ലാ വാല്യൂസും തന്നിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. ഈസി ആയിരുന്നു കാൽക്കുലേഷൻ പാർട്ട്. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് നോൺ ഫാർമക്കോളജിയിലാണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ടെമ്പറേച്ചർ, സ്റ്റോറേജ് കണ്ടീഷന്, അതേപോലെ TPN പ്രിപ്പറേഷന്, അതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാർമക്കോളജി എന്ന് ചോദിച്ചതാണെന്നുണ്ടെങ്കിൽ കൂടുതലും ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യണ മെഡിസിൻ ഏതാണെന്ന് ചോദിച്ചിട്ട് അവർ AC ഇൻഹിബിറ്റേഴ്സ് ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, അനാൽജസിക് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ കറക്റ്റായിട്ടുള്ളത് AC ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഒന്നൊന്ന് ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്ന് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫാർമക്കോളജിയിൽ. പിന്നെ ഈസി ആയിരുന്നു എക്സാം ഓവറോൾ. നമുക്ക് എക്സാം എഴുതാൻ പോകുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചധികം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം ഒരു 4-5 ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് റിലാക്സ്ഡായി എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ. എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പാസ്സാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ മെഡ്വെഞ്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെഡ്വെഞ്ചറിൽ ആൻഡോ സാർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മളെ പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരുന്നു ജെലിൻ മാം. ജെലിൻ മാം ആണെങ്കിലും അമ്മ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡോ സാറിൻ്റെ ചില ഓൺലൈൻ മീറ്റിങ്ങുകൾ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. നമുക്കുണ്ടായിരുന്ന പാസ്സാവോ കിട്ടുമോ എന്നുള്ള ടെൻഷനെല്ലാം നമുക്ക് മാറി കിട്ടും. സാറ് അത്രയും നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. കിട്ടും, നമ്മൾ ട്രൈ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ സാർ എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ ജെലിൻ മാം ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒരു 10 ഇയറോളം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കോഴ്സ് കഴിഞ്ഞത് മുതൽ ഇപ്പോൾ. അപ്പോൾ ഞാൻ ജെലിൻ മാമിൻ്റെ അടുത്ത് തുടക്കം മുതലേ പറയായിരുന്നു എനിക്കൊന്നും പഠിച്ചിട്ട് കിട്ടുന്നില്ല, ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു, പിന്നെ മൊത്തം ബ്ലാങ്ക് ആയി പോകുന്നു, എന്താണെന്നെല്ലാം ചോദിച്ചു. അപ്പോൾ പറയും മാം ഒരു കുഴപ്പമില്ല, ഇയാൾ പറ്റുന്ന പോലെ എല്ലാം ട്രൈ ചെയ്യേ, എന്തായാലും കിട്ടും എന്നെല്ലാം പറയുമായിരുന്നു. അത് എക്സാമിന് കുറേ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് ആകുമ്പോൾ തന്നെ റെഡി ആവുമെന്നെല്ലാം പറയുമായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വിശ്വാസം വന്നു. എക്സാം ഹാളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതാൻ പറ്റും, എനിക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം വന്നു. ഞാനപ്പോൾ ജെലിൻ മാമിനാണ് ഓർത്തത്. മാമിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു അത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയാലും എക്സാം ഈസി ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രതീക്ഷയിലുമാണ് ഞാൻ എക്സാമിനും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും അഡ്വഞ്ചർ ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡ്വെഞ്ചറിനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓൾ ടീമിനും എസ്പെഷ്യലി ജെലിൻ മാമിനും നമ്മൾ ബിഗ് താങ്ക്സ്. എനിവേ, താങ്ക്സ് അഗെയിൻ. ബൈ.